ഈ വർഷം ഞാൻ ഓവർ 60 ആനിമെ കണ്ടു. ഞാൻ കണ്ടു വെച്ചാൽ ഇതായിരുന്നു ബെസ്റ്റ് 5 ആനിമെ. വെൽക്കം ബാക്ക് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോയിൽ നമ്മൾ ടോപ്പ് 5 ആനിമേനെ ക്രൗഡ് ചെയ്യാൻ പോകാം. സോ ഞാൻ വെച്ചു സ്പെഷ്യൽ ഒക്കേഷൻ ആയിട്ട് 3 സ്പെഷ്യൽ ഔട്ട്ഫിറ്റ് ആവാം, നന്നായി ഡ്രസ്സ് ചെയ്യാം. ഞാൻ ഡെഫിനറ്റ്ലി എൻ്റെ ബോക്സസ് മാത്രമല്ല താഴെ. അപ്പോൾ ടോപ്പ് 5 ആനിമയിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് 2 കാര്യം പറയാനുണ്ട്. ഫസ്റ്റ് തന്നെ ഈ വീഡിയോയിൽ പുതിയ ആനിമെ മാത്രമേ ഉണ്ടാവും. അപ്പോൾ സീസൺ 2 ആനിമേസ് ഒന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ജുത്സു കൈസൺ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റൻ ഒന്നും ഉണ്ടാവില്ല. അതെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഈ ലിസ്റ്റിൽ അതൊക്കെ കൂടുതലുണ്ടാവും. സോ ഞാൻ പിന്നെ നിങ്ങളോട് ചോദിക്കുകയും ചെയ്ത് എന്താ നിങ്ങൾക്ക് പുതിയ ആനിമ വേണ്ടേ, ആൻഡ് ലൈവ് സ്ട്രീമിൽ നിങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പുതിയ ആനിമയാണ് വേണ്ടത്. സോ ഞാൻ ഇങ്ങനത്തെ ജുത്സു കൈസൺ അതൊന്നും ഈ ലിസ്റ്റിൽ കൂട്ടിയില്ല. ആൻഡ് സെക്കൻഡ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആനിമയാണ്. സോ ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ആൻഡ് നിങ്ങളുടെ ഏതെങ്കിലും ഫേവറേറ്റ് ആനിമ ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ് യുവർ ടേസ്റ്റ് സക്സ്. അപ്പോൾ നമുക്ക് എന്തായാലും റാങ്കിങ്ങിലോട്ട് പോകാം. സ്റ്റാർട്ടിങ് വിത്ത് നമ്പർ 5 ആൻഡ് അതാണ് മൈ സ്റ്റാർ അല്ലെ ഓഷിനോക്കോ. അപ്പം നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ കത്തി എടുത്ത് വരുന്നുണ്ടാവും മൈ സ്റ്റാർ അല്ലെ ഓഷിനോക്കോ എന്താ അത്ര താഴെ വെച്ചിട്ട്. എൻ്റെ ഇതിന് എനിക്ക് നല്ല റീസൺ ഉണ്ട്. ഞാനത് മൈ സ്റ്റാർ അല്ലെ ഓഷിനോക്കോ കണ്ടു തുടങ്ങി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് എപ്പിസോഡ് 4 or 5 ആകുമ്പം എനിക്ക് ആനിമയെ കാണാനുള്ള പേഷ്യൻസ് ഇല്ലായിരുന്നു. സോ ഞാൻ സ്ട്രേറ്റ് മാങ്കയിലോട്ട് പോയിട്ട് ആ മാങ്ക കോട്ടപ്പായി. സോ ഞാൻ ആനിമയെ ഓവറോൾ ഫുൾ കണ്ടില്ല, ബിക്കോസ് ആ സമയത്തേക്ക് വേറെ കുറേ ആനിമയും കാണാനുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ വർഷം 60 ആനിമെ കണ്ടു. 60 ആനിമെ. അപ്പം ഞാൻ അതിനുകൊണ്ട് എനിക്ക് മൊത്തം തീർക്കാൻ പറ്റിയില്ല. ബട്ട് എന്ത് പറഞ്ഞാലും എനിക്ക് ഓഷിനോക്കോൻ്റെ ടോപ്പ് 5 ഇൻക്ലൂഡ് ചെയ്യാണ്ട് പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് സോ ഗുഡ്. ആനിമേഷൻ അടിപൊളി, സ്റ്റോറി അടിപൊളി, ക്യാരക്ടേഴ്സ് എല്ലാം ജസ്റ്റ് ഇറ്റ് വാസ് വെരി ഗ്രേറ്റ്. നിങ്ങൾക്ക് കാണാത്തവർക്ക് ജസ്റ്റ് ഒരു സ്റ്റോറിയുടെ ചെറിയ പ്ലോട്ട് പറഞ്ഞുതരാം വിത്തൗട്ട് സ്പോയിലിംഗ് ടു മച്ച്. ബേസിക്കലി ഇതൊരു റിവെഞ്ച് സ്റ്റോറിയാണ്, ബട്ട് ഒരു നോർമൽ റിവെഞ്ച് സ്റ്റോറി അല്ല നിങ്ങൾ കാണുന്ന പോലെ. ഞാൻ സ്റ്റോറിനെ പറ്റി അത്രേ പറയുന്നുള്ളൂ, ബിക്കോസ് ഈ ആനിമേൻ്റെ പ്ലോട്ട് അറിഞ്ഞിട്ട് നിങ്ങൾ ആനിമെ പോവാത്തതാണ് നല്ലതാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് അതാണ് ഈ ആനിമേൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. അപ്പം എനിക്കിതിനെ പറ്റി അത്രേ പറയാനുള്ളൂ. ഇത് ഡെഫിനറ്റ്ലി ടോപ്പ് 5 ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകും. അപ്പോൾ 4th സ്പോട്ടിലാണ് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ആനിമെ, 100 ഗേൾ ഫ്രണ്ട്സ് ഹു റിയലി 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 ലവ് മീ. യെസ്, ഐ നോ ഈ ആനിമെ ഓൾമോസ്റ്റ് എന്തായാണ്, ബട്ട് എന്ത് പറഞ്ഞാലും ഐ ക്യാനോട്ട് സ്റ്റോപ്പ് ലവിങ് ഇറ്റ്. ഇതൊരു ഹാരം ആനിമയാണ്, ബട്ട് ഞാൻ കുറേ ഹാരം ആനിമെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ ഒരിക്കലും എനിക്ക് ഇതിൻ്റെ അത്ര ഇഷ്ടമില്ല. സാധാരണ ഒരു ഹാരം ആനിമയിൽ കുറേ ഗേൾസ് ഉണ്ടാവും, ആൻഡ് നമ്മൾ ഒരു ഗേളിനോട് ഒരു സപ്പോർട്ട് ഉണ്ടാവും. നമ്മുടെ ആയിരിക്കും ഓക്കെ ഈ ഗേളാണോ എനിക്ക് വേണ്ടത്, എൻ്റെ കൂടെ എൻ്റെ പാണത്. ബട്ട് ഇതിൽ അങ്ങനെയല്ല. ഇതിൽ നമുക്ക് എല്ലാ ഗേൾസിനും ഇഷ്ടമാണ്, ആൻഡ് അവനും എല്ലാ ഗേൾസിനും ഇഷ്ടമാണ്. സോ എൻ്റെ ആരും തോക്കൂല. നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ഇഷ്ടമാണെങ്കിലും നമ്മുടെ മെയിൻ ക്യാരക്ടർ അവരുടെ കൂടെയാവും. അപ്പോൾ ഞാൻ ചെറിയ പ്ലോട്ട് പറഞ്ഞാൽ പ്ലോട്ടിൻ്റെ ആവശ്യമില്ല, ബട്ട് എന്നാലും നമ്മുടെ മെയിൻ ക്യാരക്ടർ കുറേ കാലത്തേക്ക് ലവിൽ ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയും പിന്നെ അവൻ ഗോഡിനെ പോയി കാണും. ജസ്റ്റ് ഒരു ആക്ച്വൽ പ്ലോട്ട് പോയിൻ്റ് ആണ്. അവൻ ഗോഡിനെ പോയി കാണും, ആൻഡ് ഗോഡ് പറയും ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, സോ ഞാൻ നിനക്ക് 100 ഗേൾ ഫ്രണ്ട്സ് തരാം. ബട്ട് ഒരു കാര്യമുണ്ട്, നിങ്ങൾ സോൾമേറ്റ്സ് ഒരിക്കലും കണ്ടുപിടിച്ചില്ലെങ്കിൽ യു വിൽ ഡൈ. സോ ഇവൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ 100 ഗേൾ ഫ്രണ്ട്സിനെയും ഡേറ്റ് ചെയ്യാനാണ്. സോ ഗ്രേറ്റ് ആനിമേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദാറ്റ് സൗണ്ട്സ് വെയർഡ്, ബട്ട് ഈ ആനിമേ സോ ഗുഡ്. നല്ല അടിപൊളി ആനിമേഷൻ, അടിപൊളി ക്യാരക്ടേഴ്സ്, ആൻഡ് ദ ബിഗ്ഗസ്റ്റ് പോയിന്റ് ഇസ് ഭയങ്കര കോമഡിയാണ്. ലൈക്ക് ഒരു 4th വാൾ ബ്രേക്ക് ചെയ്യും എല്ലാം. ഐ ജസ്റ്റ് റിയലി എൻജോയ് ദിസ് ആനിമേ. ഞാൻ മാങ്കിലോട്ടേക്ക് പോകണമെന്നുണ്ട്, ബട്ട് ഇതിൻ്റെ ആനിമേഷനും ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇപ്പോൾ പോകുന്നെങ്കിൽ അറിയില്ല. ചിലപ്പോൾ ഞാൻ പോയിക്കും, ബട്ട് ബിക്കോസ് ഐ റിയലി ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇതിനെ പറ്റി എനിക്ക് അത്രേ പറയാനുണ്ട്. ഇഫ് യു ലൈക്ക് ഇറ്റ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി നമുക്ക് ടോപ്പ് 3 പോകാം, ആൻഡ് അതാണ് സ്കിപ്പ് നോ ലോഫർ. അപ്പം ഞാൻ അഗൈൻ കുറേ സ്ലൈസ് ഓഫ് ലൈഫ് ആനിമ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, ഐ എം പ്രിറ്റി ഷുവർ ഞാൻ കണ്ടതിൽ എയ്തർ ദ ബെസ്റ്റ് സ്ലൈസ് ഓഫ് ലൈഫ് ആനിമയാണ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ലൈസ് ഓഫ് ലൈഫ് ആനിമ. ബിക്കോസ് എനിക്കറിയില്ല, ഇതെന്നെ ഭയങ്കര കംഫർട്ടിലിടും. ഞാനത് കാണുമ്പം ജസ്റ്റ് ടു മച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പ്ലോട്ടൊന്നും അല്ല ഇതിലുള്ളത്. നമ്മുടെ ഒരു മെയിൻ ക്യാരക്ടർ ഒരു ടൗണത്തെ ഒരു വില്ലേജ് ഒരു ഗേളാണ് ഹു ഗോസ് ടു ടോക്കിയോ, വലിയൊരു സിറ്റി. ആൻഡ് അവിടുന്ന് അവളുടെ ലൈഫ് ഫോളോ ചെയ്യുക. അവൾ പുതിയ സ്കൂളിൽ പോയിട്ട് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത്, അവിടുത്തെ ലൈഫിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പ്ലോട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല. ബട്ട് ഇതെന്താ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടർ ഇൻട്രാക്ഷൻസ് നൈസാണ്. അതിൻ്റെ ക്യാരക്ടേഴ്സ് തന്നെ അടിപൊളിയാണ്. എനിക്കിതിൽ ഒരു ക്യാരക്ടറും ഭയങ്കര ഹെയ്റ്റൊന്നും ഇല്ല. ലൈക്ക് മെയിൻ കാസ്റ്റിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. എനിക്കിതിൽ തുടക്കത്തിൽ മനസ്സിലായി എനിക്ക് ക്യാരക്ടറിന് ഇഷ്ടമാവുന്നില്ല, അവരുടെ ബിഹേവിയേഴ്സ് ഒന്നും. ബട്ട് ആനിമേ എൻ്റെ മായി സ്റ്റാർട്ടഡ് ലൈക്കിങ് ഹെർ ടു, ബിക്കോസ് ക്യാരക്ടേഴ്സ് അത്യാവശ്യം റിയൽ ആയി തോന്നുന്നുണ്ട്. ആരും ഒരു പെർഫെക്റ്റ് ക്യാരക്ടർ അല്ല, ആരും ലൈക്ക് ഭയങ്കര ഒരു ആനിമയെ പോകുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് റിയൽ പീപ്പിളിനെ പോകുന്നുണ്ട് ഇവരുടെ ക്യാരക്ടേഴ്സ്, ആൻഡ് ജസ്റ്റ് സോ ഫൺ. നല്ലൊരു ക്യൂട്ട് ആനിമേഷൻ സ്റ്റൈലുമാണ്, ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള. ബട്ട് സോ ഇതെന്തായാലും ടോപ്പ് 3 ഞാൻ വെക്കുന്നത്. ഇനി നമുക്ക് ടോപ്പ് 2 പോകാം, ആൻഡ് ഇതാണ്
ഹെവൻലി ഡെലൂഷൻ. അപ്പം ഹെവൻലി ഡെലൂഷൻ ഞാൻ ആദ്യം കണ്ടപ്പം ഐ വാസ് പ്രിറ്റി ഷുവർ ഇതായിരിക്കും ആനിമേ ഓഫ് ദ ഇയർ. ബട്ട് അടുത്ത് വരുന്ന ആനിമയെ പറ്റി നമുക്ക് ആ സമയം സംസാരിക്കാം. ഹെവൻലി ഡെലൂഷൻ ഒരു വിയേർഡ് ആനിമയായിരുന്നു. അത് എവിടുന്നോ വന്ന് ഞാൻ ഇതിനെ പറ്റി ഒന്നും കേട്ടില്ല, ഒരു ഹൈപ്പ് പോലും ഇല്ലാത്തൊരു ആനിമയായിരുന്നു. ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ അത് സോ ഇൻട്രസ്റ്റഡ്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ഹുക്കായി. ബട്ട് നിങ്ങളൊരു എപ്പിസോഡുണ്ട്, ഒരു 3rd or 4th എപ്പിസോഡ്. ആ എപ്പിസോഡ് കഴിയുമ്പം സ്റ്റോറി ഓൾമോസ്റ്റ് ഫുൾ ട്വിസ്റ്റ് ആവും. ലൈക്ക് നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പം ഇറ്റ് ലൈക്ക് ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഒക്കെ ഒരു കുറേ കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പറ്റും. അത് എന്നെ ഭയങ്കര ഷോക്ക് ചെയ്തു, ഇത്ര അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഒക്കെ. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇതിനായിട്ട് കുറേ അങ്ങനെ ഇതാക്കിയിരുന്നു. ബിക്കോസ് അത്രയും എന്നെ ലൈക്ക് ഒരു മൈൻഡ് ബോഗിൾ ചെയ്തൊരു ആനിമയാണ്. ഞാൻ മാങ്ക വായിക്കാൻ നോക്കി, ബട്ട് ഐ എം ടു ഡം. സോ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായില്ല. സോ ഞാൻ ഇപ്പോഴത്തേക്ക് മാങ്ക കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ആനിമ വരാൻ വെയിറ്റ് ചെയ്യാം. പിന്നെയും സീസൺ 2 പെട്ടെന്ന് ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. ക്യാൻസൽ ആയില്ല എന്ന് ഹോപ്പ് ചെയ്യുന്നു. ഞാൻ ഏതൊരു ആനിമ ക്യാൻസൽ ആയിട്ടുണ്ട് സീസൺ 2. സോ ഐ ഹോപ്പ് ഇറ്റ്സ് നോട്ട് ദിസ്. ബട്ട് ഞാനൊരു ചെറിയ പ്ലോട്ട് സമ്മറി തരാം. പ്ലോട്ട് സമ്മറി തരാണെങ്കിൽ ഇത് നല്ലൊരു അപ്പോക്ലിപ്സ് നടക്കുന്ന ഒരു സമയം. ഇപ്പോൾ നമ്മൾ 2 സൈഡിലാണ് സ്റ്റോറി ഫോളോ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ ജസ്റ്റ് ഹെവൻ എന്ന് പറഞ്ഞൊരു സ്ഥലം തപ്പിപ്പോവുക. ആൻഡ് വേറെ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹൈടെക് ഫെസിലിറ്റി. ആൻഡ് ഈ ഹൈടെക് ഫെസിലിറ്റിയിൽ കുറേ കുട്ടികളുണ്ട് വിത്ത് കൈൻഡ് ഓഫ് സൂപ്പർ പവേഴ്സ്. ആൻഡ് നമ്മൾ ഈ 2 സ്റ്റോറിയും ചെറുതായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ നോക്കുക ഇത് എവിടെയാണ് മീറ്റ് ചെയ്യാന്ന്. ആൻഡ് എന്ത് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ, ഈ ആനിമേ ജസ്റ്റ് മേക്സ് യു ഫീൽ വിയേർഡ് സ്റ്റഫ്. ആൻഡ് ആനിമേഷൻ മ്യൂസിക് ഒക്കെ അടിപൊളി. ലൈക്ക് നിങ്ങൾ കണ്ടോക്ക്, അറ്റ്ലീസ്റ്റ് ട്രെയിലറെങ്കിലും കണ്ടോക്ക്. ആൻഡ് യു ആർ പ്രോബ്ലി ബി ഇൻട്രസ്റ്റഡ് ഈ ആനിമേ വെച്ചിട്ട്. ആൻഡ് അതായിരുന്നു നമ്മുടെ ടോപ്പ് 2. ഇനി നമ്മൾ ടോപ്പ് 1 പോകുന്നതിൻ്റെ മുന്നേ ഐ ഹാവ് 3 ഓണറബിൾ മെൻഷൻ. ബിക്കോസ് ഞാൻ ഈ ലിസ്റ്റ് ഉണ്ടാക്കാൻ കുറേ പാടിട്ടു. ഞാനൊരു 8 ആനിമേ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച്. ഓക്കെ, ഇതാണ് എനിക്ക് ടോപ്പ് 5 കൂട്ടാനുള്ളത്. ബട്ട് എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല ഇനി ഞാൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുക. ആൻഡ് ഇവൻച്വലി കുറേ പാട് ഇട്ടിട്ട് ഐ വാസ് ഏബിൾ ടു ഗെറ്റ് എ ലിസ്റ്റ്. സോ ഈ കാര്യങ്ങൾ ജസ്റ്റ് ലെഫ്റ്റ് ഔട്ടായി, ഈ 3 എണ്ണം. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മെൻഷൻ തരാം. ഓണറബിൾ മെൻഷനിൽ ഫസ്റ്റാണ് ബഡ്ഡി ഡാഡീസ്. ഇറ്റ്സ് ബേസിക്കലി ഒരു ഗേ സ്പൈ ഫാമിലി റിപ്പ് ഓഫ് ആണ്. ബട്ട് എന്നാലും ഐ റിയലി ലൈക്ക് ഇറ്റ്. ഫസ്റ്റ് തന്നെ ഇതൊരു ഭയങ്കര ഹോൾസം കാര്യത്തിലോട്ടൊരു ഫോക്കസ് ഉണ്ട് ആൻഡ് പാരൻറ്റിങ്ങിലോട്ടായിട്ട്. ആൻഡ് ഇതൊരു കൺക്ലൂഷൻ ഉണ്ട്. ലൈക്ക് ഇത് 12 എപ്പിസോഡ്സേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് ആകുമ്പം കഥ തീരും. ദസ് നോ ഒരു സീസൺ 2 ഉണ്ടാകാൻ പോകുന്നില്ല. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്റ്റോറി തീർന്ന കാണണമെങ്കിൽ യു ഷുഡ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ്സ് വെരി നൈസ്. അടുത്തതാണ് അടുത്താണ് അപ്പോത്തക്കറി ഡയറീസ്. എനിക്കിപ്പോഴും അത് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല, ബട്ട് ഇറ്റ്സ് വെരി നൈസ്. നമ്മളൊരു ഭയങ്കര സ്മാർട്ട് ഒരു ഫീൽഡ് ഭയങ്കര സ്മാർട്ടായിട്ടൊരു മെയിൻ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ ജീനിയസ്, ഒരു പോയിസൺ ജീനിയസ് ഒരു കാസിലോട്ട് പോകുന്നത് ആൻഡ് അവിടുത്തെ കാര്യം നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇപ്പോഴും ഫിനിഷ്ഡ് അല്ല, ഇറ്റ്സ് ഓൺ ഗോയിങ്. ബട്ട് ഐ റിയലി ലൈക്ക് ഇറ്റ്. നിങ്ങളെൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൽ പറയുന്നുണ്ടായിരുന്നു ഐ റിയലി ലൈക്ക് ഇറ്റ് എന്ന്. ആൻഡ് ഞാൻ ലാസ്റ്റ് മെൻഷൻ ചെയ്യാൻ പോകുന്ന ഹോണറബിൾ ആണ് ഇൻസോമിനിയക്സ് ആഫ്റ്റർ സ്കൂൾ. ഈ ആനിമേ ജസ്റ്റ് വെരി വൈബി. ലൈക്ക് ഇത് കണ്ടിട്ട് എനിക്കൊരു ഇൻസോമിനിയ ആണെന്ന് തോന്നി. അങ്ങനത്തെ ഒരു ആനിമയാണ്. ബട്ട് ഇറ്റ് ജസ്റ്റ് വെരി വൈബി. കുറേ ഭാഗത്ത് അടിപൊളി ആർട്ടുണ്ട്. ലൈക്ക് ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം തോന്നുന്ന കുറേ ഭാഗങ്ങളുണ്ട്. ഇന്നത്തെ ക്യാരക്ടേഴ്സും അവരുടെ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് ഇസ് വെരി ക്യൂട്ട്. സോ അതായിരുന്നു എൻ്റെ ഓണറബിൾ മെൻഷൻ. നമുക്ക് ദ ബെസ്റ്റ് ആനിമേ ഓഫ് 2023 പോകാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ദ ബെസ്റ്റ് ആനിമേ ഓഫ് 2023 ഈസ് ഫ്രീ റൺ ബിയോണ്ട് ജേർണി സെൻറ്റർ. ഇതിപ്പോഴും ഓൺ ഗോയിങ് ആണ്. ബട്ട് ഐ ജസ്റ്റ് ലവ് ദിസ് സോ മച്ച് ബിക്കോസ് ഇതിലെല്ലാം ഉണ്ട്. ഇതിൽ അടിപൊളി ആനിമേഷൻ ഉണ്ട്, അടിപൊളി ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ ഫണ്ണി മൊമെൻറ്റ്സ് ഉണ്ട്, നല്ല ആക്ഷൻ ഉണ്ട്. ലൈക്ക് ഓവറോൾ ജസ്റ്റ് എനിക്കിതിനൊരു ഫ്ലോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഈ ആനിമയിൽ. ഞാൻ പ്രോബ്ലി ഇത് തീരുമ്പം 24 എപ്പിസോഡ്സ് എന്നാണ് തീരുമ്പോൾ ഓൾമോസ്റ്റ് ഡെഫിനറ്റ്ലി ഞാൻ മാങ്ക എടുക്കുന്നുണ്ടാവും. ബട്ട് ഈ വീഡിയോ എന്താ അതിനെ പറ്റി പറയണ്ടെങ്കിൽ ബിക്കോസ് ഐ റിയലി ലവ് ഇറ്റ്. ഞാൻ പറ്റുന്ന കുറേ ആൾക്കാർക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ ഫ്രീറനാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ആൻഡ് അവിടെ ഒരു പാർട്ടിയിലായിരുന്നു ഹു ഡിഫീറ്റഡ് ദ ഡീമൺ കിങ്. ആൻഡ് അവിടെ ഒരു എൽഫായുണ്ട്. ഷീ ലിവ്സ് എ ലോങ് ടൈം. സോ അവൾ ഇവൻച്വലി അവളുടെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടി മെമ്പേഴ്സൊക്കെ മരിക്കുന്നതാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവളുടെ സ്റ്റോറി ഫോളോ ചെയ്യുക. അവൾ വേറെ ആൾക്കാരുടെ ജേർണിക്ക് പോകുന്നതും വേറെ ട്രെയിനീസിനൊക്കെ എടുക്കുന്നതും. ആൻഡ് ഇത് അത്യാവശ്യം ഒരു സ്ലൈസ് ഓഫ് ലൈഫ് ആനിമേ പോലെ തോന്നും. ബട്ട് ഇതിൽ കുറേ എല്ലാ എപ്പിസോഡിലും എന്തോ ഒരു മീനിങ് ഉള്ള പോലെ തോന്നും. ആൻഡ് എന്താ പറയുക, ഒരു നൊസ്റ്റാൽജിക് ഫീലും വരും എനിക്ക് ഈ ആനിമേ കാണുമ്പോൾ. അത് ഞാൻ എല്ലാ പ്രാവശ്യം എനിക്ക് കറക്റ്റ് ഇപ്പോഴും അറിയില്ല അത് ഏത് ദിവസം അറിയുന്നത്, തേഴ്സ്ഡേ ആണോ ഫ്രൈഡേ ആണോ. ഞാൻ എല്ലാ ദിവസവും തേഴ്സ്ഡേ പോയിട്ട് ഫ്രീ ഇറങ്ങിയോ നോക്കും. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ ഡ്രങ്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഈ ലിസ്റ്റ് ഉണ്ടാക്കത്തിരി പാട് കിട്ടുമെന്ന്. ബട്ട് എനിക്ക് ഒരു കാര്യം എപ്പോഴും ഉറപ്പായിരുന്നു, എനിക്കറിയായിരുന്നു ഫ്രീഡനായിരുന്നു നമ്പർ 1. അത്രയും ഷുവറായിരുന്നു എനിക്ക് ഈ ആനിമേനെ പറ്റി. ബിക്കോസ് അത്രയും ഒരു അടിപൊളി ആനിമയായിട്ട് എനിക്ക് തോന്നിയത്.
ആൻഡ് ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. എന്ത് പറയാനും ഞാൻ ഫ്രീനൻ എന്നെ എപ്പോഴും നമ്പർ 1 തന്നെ ഇടുന്നു. ആൻഡ് അതായിരുന്നു എൻ്റെ ടോപ്പ് 5 ആനിമേ ഓഫ് 2023. അപ്പോൾ 2023 ആനിമേ നല്ലൊരു വർഷമായിരുന്നു. കുറേ അടിപൊളി ആനിമേ കിട്ടി. ആൻഡ് വേറെ കാര്യം തന്നെ എനിക്കും നല്ലൊരു വർഷമായിരുന്നു. ഞാൻ ഈ 2023 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ വാസ് അണ്ടർ 1000 സബ്സ്, എനിക്കതൊരു 800-700 എന്തായിരുന്നു. ആൻഡ് ഈ വർഷം തീരുമ്പം ഐ വാസ് അറ്റ് 2.5 സബ്സ്. ഐ എം വെരി താങ്ക്ഫുൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും എല്ലാ വീഡിയോസിനും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നതിനും. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്ക് ഈ വർഷം ഹോപ്പ്ഫുള്ളി ഒരു 10K അറ്റ്ലീസ്റ്റ് സബ്സ് എത്താൻ പറ്റും. ഐ തിങ്ക് വി ക്യാൻ ഡു ഇറ്റ് ഈസിലി. But yeah, thank you so much for watching, and yeah, I'll see you guys in the next video. Bye bye.